ഹായ് സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ F2ൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ച് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ആക്കി നോക്കാവേ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 18 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 18 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള റീസൺ ഏറ്റവും കൂടുതൽ ആസ് പെർ എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ബുക്കും ഒരു പെന്നും എടുക്കണം, കാൽക്കുലേറ്ററും ഉണ്ടായിരിക്കണം, നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ടായിരിക്കണം, ആൻസർ നോട്ട് ചെയ്യണം, അത് എങ്ങനെ കിട്ടി എന്നുള്ളൊരു പ്രോസസ്സും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസേഴ്സ് കേട്ട് നോക്കണേ. കാരണം എന്നാലേ നമ്മുടെ വന്ന മിസ്റ്റേക്സ് നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. അത് കഴിഞ്ഞാലേ നമുക്കത് കറക്റ്റ് ആക്കി പോകാനൊക്കത്തുള്ളൂ. നമ്മൾ എവിടെയാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആയിരുന്നോ, ചെയ്തതിൻ്റെ കെയർലെസ് മിസ്റ്റേക്സ് ആണോ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ വരുത്താൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എക്സാമ്പിൾ 1 എന്താ പറയുന്നത്? നമ്മുടെ ആദ്യം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നത്? ആദ്യമേ റിക്വയർമെൻറ്റ് നോക്കണം. വാട്ട് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് ദിസ് നോൺ ആസ്? ഇപ്പോൾ സാമ്പിളിങ്ങിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണ് അറിയേണ്ടത്. ഇനി ഒന്ന് സിനാരിയോ വായിച്ച് നോക്കിക്കേ. സിനാരിയോയിൽ എന്താ പറയുന്നത്? A survey is being carried out with regard to computer usage within a population. A total of 100 people from each different age groups will be selected to make up the sample. അപ്പോൾ ഇവിടെ 100 പീപ്പിളിൻ്റെ ആണ് വേണ്ടത്. ടോട്ടൽ ഓഫ് 100 പീപ്പിളിൻ്റെ വേണ്ടത് നമുക്ക് മനസ്സിലായി. അതും 6 ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പായിട്ടാണ്. നമുക്ക് ഇപ്പോൾ ഏജ് റേഞ്ചും ഉണ്ട് അവർക്കില്ലേ. 6 ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 100 പീപ്പിളിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ആണെന്നുള്ളത് മനസ്സിലായി. ഇനിയും ഇത് ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ആദ്യമേ നിങ്ങളുടെ മൈൻഡിൽ എന്തോ ആൻസർ വന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ പിന്നെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് വണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അതെന്തായിരിക്കും? സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എവറി എന്ത് പീപ്പിൾ അല്ലെങ്കിൽ എന്ത് യൂണിറ്റ് ആഫ്റ്റർ എ റാൻഡം സ്റ്റാർട്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആകുമ്പോൾ ഫസ്റ്റ് എങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. റാൻഡമായിട്ട് ഫസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു എൻഡ് യൂണിറ്റ് ആയിരിക്കും അടുത്തത് സെലക്ട് ചെയ്യുന്നത്, എൻഡ് ഐറ്റം. ഇപ്പോൾ ഒരു 3rd യൂണിറ്റ് ആണെങ്കിൽ അടുത്തൊരു 6th, അങ്ങനെ അടുത്ത 3rd ഐറ്റം അങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല ഇവിടെ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണോ? ഫസ്റ്റ് ഓപ്ഷൻ വരത്തില്ല എന്തായാലും. സെക്കൻഡ് റാൻഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തിൽ സ്പെസിഫിക് ആയിട്ട് തിരിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കറക്റ്റായിട്ട് ഒരു ഏജ് റേഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും വെക്കേണ്ട ആവശ്യമില്ല റാൻഡം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഓപ്ഷനും അല്ല. തേർഡ് എന്താ? ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറോൾ തന്നെ ആ ഒരു പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓവറോൾ ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പോപ്പുലേഷൻ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷനിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സെയിം ക്യാരക്ടർ. ഇതിൽ ആരെ സെലക്ട് ചെയ്താലും ഈ ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും അത്. ഇതിൽ ഏതിനെ സെലക്ട് ചെയ്താലും ആ ഒരു ഗ്രൂപ്പിനെ ഓവറോൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും ക്ലസ്റ്റർ സാമ്പിളിംഗ് ഒക്കത്തില്ല അല്ലേ. പിന്നെ നമുക്ക് എന്തോ എടുക്കാൻ പറ്റുന്നത്? കോട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർ ഡിഫറെൻ്റ് ആയിട്ട് ഏജ് റേഞ്ച് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുള്ളത് മനസ്സിലായി. കാരണം 6 ഏജ് റേഞ്ചസ് ഉണ്ട്. ഇതിൽ നമുക്കൊരു 100 പീപ്പിളിനെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഏജ് റേഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര പേര് ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യത്തിലാണെങ്കിൽ കോട്ട സാമ്പിളിംഗ് എന്ന് പറയത്തുള്ളൂ. കാരണം ഇതിൽ ആരെ വിളിച്ചാലും എനിക്ക് ഓവറോൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അവിടെ എന്തായാലും ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഏജ് റേഞ്ചസ്. അതിൽ നമ്മൾ 100 പീപ്പിളിനെയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കോട്ട സാമ്പിളിംഗ് എന്ന് പറയാം. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി അല്ല 4 കോട്ട സാമ്പിളിങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോട്ട സാമ്പിളിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന്
റിക്വയർമെന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ കറക്റ്റ് വാല്യൂ അനാലിസിസ് ക്ലാസിഫിക്കേഷൻ ഫോർ ഈച്ച് ഫീച്ചർ. അപ്പോൾ ഇവിടെ 2 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സിനെ വാല്യൂ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നത്, കറക്റ്റ് വാല്യൂ അനാലിസിസ് ആയിട്ട് ഏത് ക്ലാസിഫിക്കേഷനിലാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കേ എന്തോ ഇവിടെ പറയുന്നത്. സിനാരിയോ ഒന്ന് വായിച്ചേ. എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് ഡെസ്ക് മാനുഫാക്ചറിംഗ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ വാല്യൂ അനാലിസിസ്. 2 features of one desk sold by the manufacturer are, first one is sales price. ഇപ്പോൾ സെയിൽസ് പ്രൈസിനെ പറ്റി പറയുന്നുണ്ട്. സെയിൽസ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് വാല്യൂ ആയിരിക്കും അത്, നമുക്ക് പുറത്ത് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ സെയിം പ്രൈസ് കിട്ടുന്ന രീതിയിൽ, അങ്ങനെ സെയിൽസ് പ്രൈസ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് വാല്യൂവിനെ പറ്റി അവിടെ സംസാരിക്കുന്നത് അല്ലേ. സെയിൽസ് പ്രൈസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് പറയുന്നത് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു അതർ യൂണിറ്റ് ടു ഇൻക്രീസ് ഡെസ്ക് സൈസ്. ഇപ്പോൾ ഡെസ്ക് സൈസ് കൂട്ടാനായിട്ട് അതർ യൂണിറ്റ്സിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫംഗ്ഷനെ പറ്റി, ഇത് പ്രൈസിനെ പറ്റിയാണ് പറയുന്നത് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഏത് ഫീച്ചർ ആയിരിക്കും വരുന്നത്, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഒരെണ്ണം പ്രൈസ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ, പുറത്തെ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ഏത് മാർക്കറ്റിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും എന്നുള്ളത് എക്സ്ചേഞ്ച് വാല്യൂ, അതാണ് അതിൻ്റെ വാല്യൂ അനാലിസിസ് വരുന്നത്. രണ്ടാമത്തെ എന്തുമായിരിക്കും, ഒരു ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ എന്ത് ഫീച്ചർ അത് കാണിക്കുന്നത്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്തുമായിരിക്കും, യൂസ് വാല്യൂ ആ കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടി, എക്സ്ചേഞ്ച് വാല്യൂ എന്നും യൂസ് വാല്യൂ ആണെന്നുള്ളതും അല്ലേ. 2 ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അടുത്ത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അടുത്തത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി, സെല്ലിംഗ് പ്രൈസിനെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എക്സ്ചേഞ്ച് വാല്യൂ. അതർ മാർക്കറ്റ്സിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ പറ്റിയാണ് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂ എന്ന്. ഈ കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ ക്ലിയർ ആയി. കോസ്റ്റ് വാല്യൂ എന്താ? അത് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള വന്ന കോസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് വാല്യൂ. ഇവിടെ നമുക്ക് ആ കോസ്റ്റിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ആ ഓരോ ഓപ്ഷൻ വരാഞ്ഞത്. കോസ്റ്റ് വാല്യൂ ഓക്കെ. അടുത്തത് എക്സ്ചേഞ്ച് റേറ്റ്. എന്താ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്തിനാ? എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഒരു ഇതിനകത്ത് വരുന്നതേ ഉള്ള ഒരു കാര്യമല്ല. എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഫീസൊക്കെ അടയ്ക്കുമോ, നമ്മുടെ ACCയുടെ തന്നെ ഫീസൊക്കെ അടയ്ക്കുമ്പോൾ അതിനകത്തിൽ പൗണ്ട്സിലല്ലേ റേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ഇന്ത്യനിലെ കറൻസിയെ നമ്മുടെ റുപ്പി പൗണ്ട്സിലോട്ട് മാറ്റുന്നു. ആ ഒരു റേറ്റിൻ്റെ ചേഞ്ച് ഒക്കെ വരത്തില്ലേ, അതിന് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ കറൻസി വാല്യൂവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത്. അപ്പോൾ ഇതും എന്താണെന്ന് മനസ്സിലായി, എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളത്. അടുത്ത എന്താ പറയുന്നത്, എസ്റ്റീം വാല്യൂ. എന്താ ഈ എസ്റ്റീം വാല്യൂ? ഈ മോഹവില അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, പ്രസ്റ്റീജ്, ഇൻട്രസ്റ്റിക് വാല്യൂ എന്നൊക്കെ പറയുന്നത്. നമ്മൾ എത്ര പ്രൈസാണെന്നല്ല, നമുക്കത് വേണം, പക്ഷെ അത് എത്ര പ്രൈസ് കൊടുക്കും, അതിൻ്റെ ആ ഒരു ടൈപ്പ് ഫീച്ചറാണ് ഈ എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ബന്ധപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഫീച്ചർ 1-ലാണെങ്കിൽ ഫീച്ചർ 2-ലാണെങ്കിൽ അതിനെപ്പറ്റി ബന്ധപ്പെട്ടുള്ളതല്ല. അതുകൊണ്ടാണ് എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനും നമ്മൾ സെലക്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് യൂസ് വാല്യൂ സെലക്ട് ചെയ്തത്? ഫംഗ്ഷനെ പറ്റി പറഞ്ഞതാണ്, ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ യൂസ് വാല്യൂ എടുത്തത്. ഇത് അതർ മാർക്കറ്റ്സിൽ കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ്, അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്നുള്ളതും പറഞ്ഞത്. ഓക്കെ ആണേ. എക്സാമ്പിൾ 3 ഒന്ന് വായിച്ച് നോക്കിക്കേ. എന്ത് ഈ പറയുന്നത്, റിക്വയർമെൻറ്റ് എന്താ? വാട്ട് ഈസ് എ ബഡ്ജറ്റഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്? മെയിൻ്റെനൻസ് കോസ്റ്റ് ഫോർ മന്ത് 3. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണെന്ന് അറിയണം മന്ത് 3-ൽ. ഇവിടെ പറഞ്ഞു ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ വോളിയം. ബഡ്ജറ്റ് പ്രൊഡക്ഷൻ വോളിയം 3250. അപ്പോൾ 3250 ആണ് മന്ത് 3-ലെ യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സിന് വരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണ്, എത്ര കോസ്റ്റ് വേണം ബഡ്ജറ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ റിക്വയർമെൻറ്റ്. എത്ര ആയിരിക്കും? ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? പ്രൊഡക്ഷൻ വോളിയം 1500 യൂണിറ്റ്സ് ഉള്ളപ്പോൾ വന്ന കോസ്റ്റ് അവർ പറഞ്ഞു തന്നു. 2500 യൂണിറ്റ്സ് ഉള്ളപ്പോൾ ഉള്ള കോസ്റ്റ് പറഞ്ഞു തന്നു. ഇനി നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു 3250 യൂണിറ്റ്സ് ഉള്ളപ്പോൾ ഉള്ള കോസ്റ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്,
നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത് ഹൈലോ മെത്തേഡോ അങ്ങനത്തെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. എങ്ങനെയായിരിക്കും ചെയ്തു തുടങ്ങണ്ടേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യമേ നമ്മൾ ബിഹേവിയർ എന്തുവാന്ന് നോക്കണം. ആരുടെ ബിഹേവിയർ? കോസ്റ്റ് ബിഹേവിയർ എന്താണെന്ന് നോക്കണം. ഇവിടുത്തെ കോസ്റ്റ് ബിഹേവിയർ എങ്ങനെയാ? ഇത് ഫിക്സഡ് കോസ്റ്റ് ആണോ? ഈ കോസ്റ്റ് ബിഹേവിയർ കോസ്റ്റിൻ്റെ ഏത് ടൈപ്പ്? ഫിക്സഡ് കോസ്റ്റ് ആണോ ഇത്? ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കണം അല്ലേ? ഇവിടെ സെയിം ആണോ? ഒരെണ്ണം 4000, ഒരെണ്ണം 7000, സെയിം അല്ല. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് അല്ലെന്ന് മനസ്സിലായി. ഫസ്റ്റ് ആണ് ഫിക്സഡ് അല്ലെന്ന് മനസ്സിലായി. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ് ആണോ എന്നുള്ളത് നോക്കേണ്ടത്. വേരിയബിൾ ആണോ എന്ന് എങ്ങനെ നോക്കുക? വേരിയബിൾ ആണെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ? പെർ യൂണിറ്റ് കോസ്റ്റ് സെയിം ആവും. യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ കോസ്റ്റും കൂടും. അതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിഹേവിയർ ആണോ ഇവിടെ കാണിക്കുന്നത്? വേരിയബിൾ കോസ്റ്റിൻ്റെ ബിഹേവിയർ ആണോ? 1500 ഉള്ളപ്പോൾ 4000, 2500 ഉള്ളപ്പോൾ 7000. അപ്പോൾ ആ ബിഹേവിയർ ആണോ അല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റിനും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. വേറെ എന്തെങ്കിലും കേസ് പറയുന്നുണ്ടോ? ഇവിടെ പറഞ്ഞു 1 മെയിൻ്റെനൻസ് സൂപ്പർവൈസർ ഈസ് റിക്വയർഡ് ഫോർ എവറി 2000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ വോളിയം. ഇപ്പം എല്ലാ 2000 യൂണിറ്റ്സിനും ഒരു സൂപ്പർവൈസർ വേണം. അപ്പോൾ 1 തൊട്ട് 2000 യൂണിറ്റ്സ് നോക്കാൻ ഒരു സൂപ്പർവൈസർ മതി. അപ്പോൾ അടുത്ത 2001 യൂണിറ്റ് ആകുമ്പോൾ എനിക്ക് അടുത്ത പുതിയൊരു സൂപ്പർവൈസറിനെ വിളിക്കേണ്ടി വരും അല്ലേ? പിന്നെ ആ സൂപ്പർവൈസർ വേണം അടുത്ത യൂണിറ്റ്സ് തൊട്ട് അടുത്തൊരു 2000 യൂണിറ്റ്സ് നോക്കാൻ. എന്ന് വെച്ചാൽ ഫസ്റ്റ് 2000 നോക്കാൻ ഒരു സൂപ്പർവൈസർ ഉണ്ട്. ഇനി എക്സ്ട്രാ 2000-നേക്കാളും ഒരെണ്ണം കൂടി ആഡ് ആയി വരുമ്പോൾ എനിക്ക് പുതിയൊരു സൂപ്പർവൈസറിനെ വിളിക്കേണ്ടി വരും. ആ സൂപ്പർവൈസർ ഒരു 2000 യൂണിറ്റ്സ് കൂടെ അയാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര സൂപ്പർവൈസറിനെ ഓരോ സമയത്തും വേണ്ടതെന്ന്, ഓരോ യൂണിറ്റ്സ് അനുസരിച്ച് എത്ര സൂപ്പർവൈസേഴ്സാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കണം. അപ്പം നമ്മൾ പറഞ്ഞു ഈ സൂപ്പർവൈസറിന് പെർ മന്തിൽ $1000 വെച്ച പേയ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൂപ്പർവൈസറിന് കൊടുത്ത കോസ്റ്റും പേയ്മെൻറ്റും നമുക്ക് ഇതിനകത്ത് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ കോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേണം ഇവരുടെ വേരിയബിൾ കോസ്റ്റ് ബിഹേവിയർ ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ആ കോസ്റ്റ് ഒന്ന് മാറ്റിക്കേ. 1500 യൂണിറ്റ്സിൽ ടോട്ടൽ കോസ്റ്റ് 4000 വന്നത്. ഇതിൽ എത്ര ആയിരിക്കും ഞാൻ സൂപ്പർവൈസറിന് വേണ്ടി കൊടുത്തത്? അത് എത്ര കൊടുത്തതെന്നൊന്ന് നോക്കിക്കേ. 1500 യൂണിറ്റ്സ് വരുമ്പോഴത്തേന് എത്ര സൂപ്പർവൈസറിനെ ഞാൻ വിളിച്ച് കാണും? ആദ്യത്തെ 1 തൊട്ട് 2000 യൂണിറ്റ്സ് എടുക്കാൻ എനിക്കൊരു സൂപ്പർവൈസർ മതി. അപ്പം ഇവിടെ ഞാൻ ഒരു സൂപ്പർവൈസറിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അവരിപ്പോൾ ആ ആൾക്ക് ഞാൻ പേയ്മെൻ്റ് ആയിട്ട് 1000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ് 3000 വരത്തുള്ളൂ. ആ സൂപ്പർവൈസറിനെ മാറ്റിയിട്ടുള്ള റിമൈനിങ് കോസ്റ്റ് 3000 ഉള്ളൂ. അടുത്ത എന്താ മക്കളെ നോക്കുന്നത്? 2500 യൂണിറ്റ്സ് ഉള്ളപ്പോൾ 2500 യൂണിറ്റ്സ് ഉള്ളപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 7000 ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ സൂപ്പർവൈസറിന് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പേയ്മെൻറ്റും കൂടെ എനിക്ക് ഡിഡക്റ്റ് ചെയ്യണം. ഇവിടെ 2500 യൂണിറ്റ്സ് എത്ര സൂപ്പർവൈസറിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും? 2000 വരെ എനിക്ക് ഒരാൾ മതി. അതിനേക്കാൾ എക്സ്ട്രാ ആകുമ്പോൾ എനിക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? 2500 ആയപ്പോൾ എനിക്ക് 2 സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഒരാൾക്ക് 1000 വെച്ചാണെങ്കിൽ 2 പേർക്ക് എത്ര ആവും? 1000 × 2 എന്ന് പറയുമ്പോൾ 2000. അപ്പോൾ എൻ്റെ റിമൈനിങ് കോസ്റ്റ് 5000 വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ, ഈ കോസ്റ്റ് ബിഹേവിയർ വേരിയബിൾ ആയോ ഫിക്സഡ് ആണോ ഏത് ടൈപ്പാണെന്നുള്ളത്. നമുക്ക് 1500 യൂണിറ്റ്സ് ഉള്ളപ്പോൾ 3000. അപ്പോൾ പെർ യൂണിറ്റിന് ഞാൻ എത്ര കൊടുക്കണം? 3000 ഡിവൈഡ് ബൈ 1500 എന്ന് പറയുമ്പോൾ $2 ആണ്. അതുപോലെ തന്നെ 5000 യൂണിറ്റ്സിന് 5000 ടോട്ടൽ കോസ്റ്റിന് 2500 യൂണിറ്റ്സ്. അപ്പോൾ പെർ യൂണിറ്റിന് ഞാൻ എത്ര കൊടുക്കണം? $2. ഇപ്പോൾ യൂണിറ്റ്സിന് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇത് വേരിയബിൾ കോസ്റ്റ് ബിഹേവിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 3250 യൂണിറ്റ്സ് വരുമ്പോഴും എൻ്റെ വേരിയബിൾ കോസ്റ്റ് ഇവിടെ 2 തന്നെയായിരിക്കും. പ്ലസ് ഇവിടെ ഞാൻ സൂപ്പർവൈസറിന് കൊടുക്കണ്ടായോ? സൂപ്പർവൈസർ ഇവിടെ 3250 യൂണിറ്റ്സ് ആകുമ്പോൾ എത്ര സൂപ്പർവൈസർ വരും? 1 തൊട്ട് 2000 യൂണിറ്റ്സ് വരെ ആണെങ്കിൽ ഒരു സൂപ്പർവൈസർ മതി. അതിനേക്കാൾ എക്സ്ട്രാ ആവുകയാണെങ്കിൽ പുതിയ സൂപ്പർവൈസറിനെ വിളിക്കും. പുതിയ സൂപ്പർവൈസറിന് എത്ര യൂണിറ്റ്സ് വരെ ഹാൻഡിൽ ചെയ്യാം? വേറൊരു 2000 യൂണിറ്റ്സും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇനി ഒരു 4000 യൂണിറ്റ്സ് വരെ വന്നാലും നമുക്ക് 2 സൂപ്പർവൈസേഴ്സ് മതി. ഇവിടെ എത്ര സൂപ്പർവൈസേഴ്സ് വേണ്ടി വരും? 3250 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 സൂപ്പർവൈസേഴ്സ്. അപ്പോൾ 2000 ഇവിടെ എനിക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 2000 പ്ലസ് 3250 × 2 എന്ന് ചെയ്യുമ്പോൾ ടോട്ടൽ എനിക്കിവിടെ
$8,500 എന്ന് വരും. $8,500 ആണ് ഞാനിവിടെ പേ ചെയ്യുന്നത്. ആൻസർ കിട്ടിയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണേ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. എക്സാമ്പിൾ 4 ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്തു ഇവർ ചോദിക്കുന്നത്? ആദ്യം റിക്വയർമെൻറ്റ് വായിച്ചു നോക്കാം. ഹൗ ഷുഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിഷൻസ് ഫേസ്ഡ് ബൈ ദ ഫുഡ് റീറ്റെയിലർ ബി കാറ്ററൈസ്ഡ്? സ്ട്രാറ്റജിക് ആണോ, ടാക്ടിക്കൽ ആണോ, ഓപ്പറേഷണൽ ആണോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവരുടെ എന്തുവാന്ന് നമുക്ക് ആ കേസും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേക്കാം. എ ഫുഡ് റീറ്റെയിലർ ഓപ്പറേറ്റ് 200 ഷോപ്സ് ഉണ്ട് ഇവർക്ക്. എല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ ഫോറിനായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയാണോ അവരുടേത് കൺട്രി, ആ കൺട്രിയിൽ തന്നെ ഉള്ള 200 ഷോപ്സ് ഉണ്ട്. ദ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് റിക്വയർഡ് ടു ബി ദ സെയിം ഇൻ ഓൾ ഷോപ്പ്. ഓക്കെ, അപ്പോൾ അവരുടെ ഏത് പ്രൊഡക്ട്സ്, ഏത് ടൈപ്പ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിലും അതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നോ എല്ലാ ഷോപ്പിൽ പോയാലും സെയിം ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ഷോപ്സ് ആർ ഹവർ ബി റെസ്പോൺസിബിൾ ഫോർ ഇൻവെൻട്രി ആൻഡ് സ്റ്റാഫിംഗ് ലെവൽ. സ്റ്റാഫിംഗ്, ഇൻവെൻട്രി കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ഷോപ്പുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇനി ഇവരുടെ ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന ആൻസേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും പറയണ്ടല്ലോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്താൽ നോക്കാവേ. ഫസ്റ്റ് വൺ എന്തുവാ? ടു ഓപ്പൺ ദ ഷോപ്പ് ഇൻ എ ഫോറിൻ മാർക്കറ്റ്. ഇതുവരെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേ ഉള്ളൂ, ഇനി ഫോറിൻ മാർക്കറ്റിലോട്ട് പോവുക. അത് ഏത് ടൈപ്പ് ഡിസിഷനാണ്? സ്ട്രാറ്റജിക് ആണോ, ടാക്ടിക്കൽ ആണോ, ഓപ്പറേഷണൽ ആണോ? എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഡിസിഷനാണ്, നമ്മളുടെ ഓവറോൾ ആ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഏത് ടൈപ്പ് ഡിസിഷൻ ആയിരിക്കും? അഫക്റ്റ് ദ ഓവറോൾ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യുന്ന ലോങ് ടൈമിലേക്കുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്ട്രാറ്റജിക് ആയിരിക്കും. അടുത്തത്, ടു റെഡ്യൂസ് ദ ഇൻവെൻട്രി ലെവൽ ഇൻ ദ പർട്ടിക്കുലർ ഷോപ്പിലെ ഇൻവെൻട്രി ലെവലിനെ പറ്റി ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റാഫിംഗ് ലെവലിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻഡിവിജ്വൽ ഷോപ്സിന് അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ എടുക്കാന്നുള്ള കാര്യം. അതപ്പോൾ എന്തുമായിരിക്കും? ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അടുത്തത്, ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ലോയാലിറ്റി കാർഡ് സ്കീമാണ്. അത് ഏതിനായിരിക്കും? നമ്മുടെ ആ ഒരു ഷോപ്പിലെ പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും പ്രോഡക്ട്സിൻ്റെ റേഞ്ചിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം സെയിം ആണ്. എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞു ഒരു പുതിയൊരു ന്യൂ ലോയാലിറ്റി കാർഡ്. അത് ഏതിലായിരിക്കും വരുന്നത്? സ്ട്രാറ്റജിക് ആണോ, ടാക്ടിക്കൽ ആണോ, ഓപ്പറേഷണൽ ആണോ? ന്യൂ ലോയാലിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഹോൾ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യും അല്ലേ? ഒരു പർട്ടിക്കുലർ എൻ്റെ ഒരു കുഞ്ഞു ഷോപ്പ്, ഒരു ഷോപ്പിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതല്ലേ? എവിടെയൊക്കെ എനിക്ക് 200 ഷോപ്സ് ഉണ്ടെങ്കിൽ ആ 200 ഷോപ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തൊരു ഡിസിഷനാണ്? സ്ട്രാറ്റജിക് ആണ്. അടുത്ത ഫോർത്ത് ആണെന്ന് പറഞ്ഞേ, ടു റിവ്യൂ ദ ബഡ്ജറ്റ് അറ്റ് റീജിയണൽ ലെവൽ ഇൻ എ മാർക്കറ്റ്. റീജിയണൽ ലെവൽ മാർക്കറ്റിലെ കാര്യമാണ് നോക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള കാര്യം അതപ്പോൾ ടാക്ടിക്കലാണ്. ക്ലിയർ ആണോ? മിഡിൽ ലെവൽ മാനേജേഴ്സ് അതിൻ്റെ ആ ഡിസിഷൻ എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ഓർഗനൈസേഷൻ വോളിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റജി എടുക്കും. നമ്മുടെ ഒരു പാർട്ട് വോളിനെ അഫക്റ്റ് ചെയ്യത്തില്ല, പക്ഷെ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്ടിക്കൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഓരോ ഷോപ്പിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഇൻഡിവിജ്വൽ ഷോപ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓപ്പറേഷനിൽ. ഓക്കെ ആണേ? എക്സാമ്പിൾ 5 ഒന്ന് നോക്കിയേ. എക്സാമ്പിൾ 5 എന്തോ പറയുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഫ്രം ദ സെയിൽ ഓഫ് എ ജോയിൻറ്റ് പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ആയിരിക്കും വരുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് ആണേ മക്കളെ. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സെയിൽസ് എത്ര വരുന്നുണ്ട് അതിനകത്തുനിന്ന് കോസ്റ്റ് ഞാൻ കുറച്ചിട്ട് റിമൈനിങ് വരുന്നതിനെയാണ് ഞാൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രോഫിറ്റ് എനിക്ക് എത്ര കിട്ടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അതപ്പം കണ്ടുപിടിക്കാൻ ആദ്യമേ കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയണം, അതുപോലെ തന്നെ സെയിൽസ് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ഞാനിവിടെ എത്ര യൂണിറ്റ്സ് ആയിരിക്കും സെല് ചെയ്യുന്നത്? ഇപ്പം ജോയിൻറ്റ് പ്രൊഡക്ട്സിൽ നമ്മളോട് പറഞ്ഞു തന്നു യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്
എ എന്ന് പറയുന്നത് 500 യൂണിറ്റ്സും ബി എന്ന് പറയുന്നത് 400 യൂണിറ്റ്സും ആണ്. അപ്പം എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം ടോട്ടൽ ഇവിടെ 900 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര യൂണിറ്റ്സാണ്? 900 യൂണിറ്റ്സ് ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് സോൾഡ് 450 യൂണിറ്റ്സും 350 യൂണിറ്റ്സും. 450 പ്ലസ് 350 എന്ന് പറയുമ്പോൾ 800 യൂണിറ്റ്സ് ഞാനിവിടെ സോൾഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ ആണേ. 900 യൂണിറ്റ്സ് ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 800 യൂണിറ്റ്സ് ഞാൻ സോൾഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യമേ എനിക്ക് സെയിൽസ് പ്രൈസ് കണ്ടുപിടിക്കാം അല്ലേ. സെയിൽസ് പ്രൈസ് ഈക്വൽ എത്ര യൂണിറ്റാണ്? പ്രൊഡക്റ്റ് എയ്ക്ക് 450, അതിന് ഞാൻ കൊടുക്കുന്ന പ്രൈസ് 10 പ്ലസ് പ്രൊഡക്റ്റ് ബിക്ക് 350, അതിന് ഞാൻ കൊടുക്കുന്ന പ്രൈസ് 8. ഇത് എത്ര വരുന്നത്? ടോട്ടൽ എത്ര? 4500 350 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 2800, 7300 നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇവിടെ? യൂണിറ്റ് കോസ്റ്റ് വേർ 6300 യൂണിറ്റ്സാണ്. അപ്പം ഇത് നേരെ എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ മതിയോ? ഒരു പീരീഡിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തത് ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ് 6300 യൂണിറ്റ്സാണ് വന്നത്. ടോട്ടൽ കോസ്റ്റ് 6300 വന്നേക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 900 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും കോസ്റ്റ് വന്നത്. പക്ഷെ ഞാൻ അതിൽ 800 യൂണിറ്റ്സേ സെല്ല് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ കോസ്റ്റ് എത്ര ആയിരിക്കും? 800 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയേണ്ടത്. അതിന് ഞാൻ എന്തെടുക്കണം? 6300 കോസ്റ്റ് വന്നത് ടോട്ടൽ 900 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര ആയിരിക്കും? 6300 ഡിവൈഡ് ബൈ 9 എന്ന് വരുമ്പോൾ 7 ആയിരിക്കും എൻ്റെ $. 7 ആയിരിക്കും എൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ എത്ര ആയിരുന്നു? 800 സെല്ല് ചെയ്തിട്ടുള്ളൂ. 800-ന് എത്ര വരുന്നത്? 800 ഇൻറ്റു 7 എത്ര വരുന്നത്? 5600 വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ കോസ്റ്റ് ശരിക്കും ഇവിടെ 5600 ആണ്. അപ്പോൾ ഈ 5600 ഡിഡക്റ്റ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്? 1700. ആൻസർ കിട്ടിയോ? ആ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതല്ലെങ്കിൽ വേറെ രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. വേറെ രീതിയിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വേറെ രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് 7 ആണെന്ന് മനസ്സിലായി. കാരണം 6300 കോസ്റ്റ് വന്നു 900 യൂണിറ്റ്സ് ചെയ്തപ്പോൾ. അപ്പോൾ പെർ യൂണിറ്റിന് 7 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എയുടെ പ്രോഫിറ്റ് എങ്ങനെ വരും? പ്രൊഡക്റ്റ് എയുടെ സെല്ലിംഗ് പ്രൈസ് 10 ആണ്, കോസ്റ്റ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ $3 ആണ് എൻ്റെ പ്രോഫിറ്റ്. എത്ര യൂണിറ്റ്സ് ഞാൻ സെല്ല് ചെയ്തപ്പോൾ ആ പ്രോഫിറ്റ് വരുന്നത്? സെല്ല് ചെയ്തത് എത്ര? 4500 അല്ല 450. ഇനി അതുപോലെ പ്രൊഡക്റ്റ് ബിയുടെ കാര്യം. പ്രൊഡക്റ്റ് ബിക്ക് എങ്ങനെ ആയിരിക്കും? പ്രൊഡക്റ്റ് ബിയിൽ എനിക്ക് 8 ആണ് എൻ്റെ വരുന്നത്. അവിടെ എനിക്ക് സെല്ലിംഗ് പ്രൈസ് 8 ആണെങ്കിലും കോസ്റ്റ് എത്ര വരുന്നത്? 7 ആണ് അല്ലേ. അപ്പോൾ 8-ന്ന് 7 കുറയ്ക്കുമ്പോൾ 1 ആണ് വരുന്നത്. അപ്പോൾ $1 ഇൻറ്റു 350. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര വരുന്നത്? 450 ഇൻറ്റു 3 എന്ന് പറയുന്നത് 1350 പ്ലസ് 350 എത്ര വരും? 1700 തന്നെ വരുന്നില്ലേ? ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു അത്ര യൂണിറ്റ്സിൻ്റെ മാത്രം കോസ്റ്റ് എടുക്കാവൂ. എന്നിട്ടേ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാവൂ. ആ ഒരു കോൺസെപ്റ്റേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ ഒരു കാര്യങ്ങളും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കേ. എക്സാമ്പിൾ 6 എന്തും ഇവിടെ പറയുന്നത്? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇവിടെ? ഓക്കെ, എക്സാമ്പിൾ 6 നോക്കിക്കേ. ഗ്രാഫ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ?
using the diagram, what is the best estimate of total cost per unit if 50 units are produced? ഇപ്പോൾ നമ്മളോട് ചോദിച്ചു ബെസ്റ്റ് എസ്റ്റിമേറ്റ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചേ. ഇവിടെ ഗ്രാഫിനകത്ത് ഇവിടെ തന്നേക്കുന്ന ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ്സിൻ്റെ കാര്യവും തന്നിട്ടുണ്ട്. നമുക്ക് 50 യൂണിറ്റ്സിൻ്റെ കാര്യമാണ്. 50യുടെ ഇവിടെ വരുന്നത് 50. അപ്പോൾ ഇവിടെ വരുന്നത് ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ വരും അല്ലേ? എത്ര വരുന്നുണ്ട് ടോട്ടൽ കോസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട്? 12,000 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ആൻസേഴ്സ് പറഞ്ഞേ, ഏത് ഓപ്ഷനാണ് എങ്ങനെയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ആൻസർ പറ. നമുക്ക് ഇവിടെ 50 യൂണിറ്റ്സ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 50 യൂണിറ്റ്സിൻ്റെ കാര്യം ചോദിച്ചത്. ടോട്ടൽ കോസ്റ്റ് 12,000 നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണോ? എനിക്ക് കോസ്റ്റ് പെർ യൂണിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്തുവാ? കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 12,000 ഡിവൈഡ് ബൈ 15 ചെയ്ത് നോക്കണം. 12,000 ഡിവൈഡ് ബൈ 50 എന്ന് പറയുന്നത് 800 വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആൻസർ ഓപ്ഷൻ 4 ആണ്, 800. 12,000 ആർക്കെങ്കിലും കിട്ടിയായിരുന്നു ആൻസർ? അവിടെ വന്നത് എന്തോ കെയർലെസ് മിസ്റ്റേക്ക് അല്ലയോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നമ്മളിവിടെ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ഇഷ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിയേ. എക്സാമ്പിൾ 7. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? NPV കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ NPV ഒന്ന് കണ്ടുപിടിച്ചേ. NPV എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് നോക്കിയാൽ മതി. പ്രസൻറ്റ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഇൻഫ്ലോ എത്ര വരുന്നത്, ഔട്ട്ഫ്ലോ എത്ര വരുന്നത് നോക്കുക. ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇൻഫ്ലോ എത്രയാണെന്ന് തന്നിട്ടുണ്ടോ, ഔട്ട്ഫ്ലോ എത്രയാണെന്ന് തന്നിട്ടുണ്ടോ നോക്ക്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 78,000 ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ഒരു 78,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയർ 0 നമ്മുടെ ഔട്ട്ഫ്ലോ മനസ്സിലായി, 78,000. ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ആനുവൽ നെറ്റ് ഇൻകം ഓഫ് 5,000. പെർപ്പച്യൂണിറ്റി ആയിട്ട് 5,000 ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പെർപ്പച്യൂണിറ്റി എന്ന് പറയുമ്പോൾ 4 ever ആണ്. നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് $5,000 വെച്ച്. സ്റ്റാർട്ടിങ് ഇൻ 1 year ടൈം. അപ്പോൾ 1 year ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയർ 1 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആണോ, ഡിലേഡ് പെർപ്പച്യൂണിറ്റി ആണോ, അങ്ങനത്തെ ഉള്ള കേസാണോ, നോർമൽ പെർപ്പച്യൂണിറ്റി ആണോ ഇവിടെ വരുന്നത്? കാരണം ഇയർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഏത് ടൈപ്പാണ്? നോർമൽ പെർപ്പച്യൂണിറ്റി തന്നെ നമ്മളിവിടെ നോക്കിയാൽ മതി. പിന്നെ ഡിസ്കൗണ്ട് റേറ്റ് 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഇനിയും കണ്ടുപിടിച്ചേ. ഇൻഫ്ലോ എത്ര ആയിരിക്കും? ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നമ്മുടെ ക്യാഷ് ഇൻകം നമുക്ക് വരുന്നത് 5,000 ഡിവൈഡ് ബൈ 0. പെർപ്പച്യൂണിറ്റി കണ്ടുപിടിക്കുമ്പോൾ 0. റേറ്റ് എത്ര നോക്കണം? 5% ആണ്. 0.05 എത്ര വരുന്നുണ്ട്? 5,000 1 lakh എന്ന് വരുന്നുണ്ട്. 100,000 ആണ് നമുക്ക് വരുന്നത്. 100,000 വരുന്നത്. എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? ഇവിടെ വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ 100,000 കാര്യം നോട്ട് ചെയ്തു. 100,000 മൈനസ് 78 എന്ന് പറയുമ്പോൾ 22,000 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ NPV എത്ര? 22,000. ഓക്കെ ആണേ? അപ്പോൾ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഹോപ്പ്വുഡ് സ്റ്റൈൽസ് എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ കോൺസെപ്റ്റ് വല്ലതും പഠിച്ചായിരുന്നോ? ഹോപ്പ്വുഡ് സ്റ്റൈൽസ് എന്നുള്ളത്. ഹോപ്പ്വുഡ് സ്റ്റൈൽസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റാണ്. പക്ഷേ ചിലപ്പോൾ ഈ പേര് കേട്ടിട്ടില്ലെന്നേ ഉള്ളായിരിക്കും. അറിയാവുന്ന കോൺസെപ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവേ. ഇപ്പോൾ നമ്മൾ ഹോപ്പ്വുഡ് സ്റ്റൈലിനകത്ത് 3 സ്റ്റൈൽസ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ. സെക്കൻഡ് വണ് പ്രോഫിറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ. തേർഡ് വണ് നോൺ അക്കൗണ്ടിങ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയേക്കാം. ഞാൻ പ്രോഫിറ്റ് സ്റ്റൈലിനും കൂടെ ഉള്ളത്.
അപ്പോൾ ഇതിനകത്തിൽ എന്തോ സംഭവം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആക്ച്വലുണ്ട് ബഡ്ജറ്റും ഉണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിലും ആക്ച്വലും ഈക്വൽ ആണോ, സെയിം ആണോ, വേരിയൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബഡ്ജറ്റ് എന്താണോ ആക്ച്വൽ എന്താണെന്ന് മാത്രം നോക്കിയിട്ട് നമ്മുടെ എംപ്ലോയീസിന് വേറെ എന്തെങ്കിലും റീസൺ പറയാനുണ്ടോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണോ ഞങ്ങളുടെ ബഡ്ജറ്റ് കൂടിയോ കുറഞ്ഞോ, ആക്ച്വൽ കൂടിയോ കുറഞ്ഞോ പോയത്, ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മളാകെ ആക്ച്വൽ ബഡ്ജറ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ എന്ന് പറയും. അത് നമ്മുടെ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷനെ ഗുഡ് റിലേഷൻഷിപ്പിലോട്ടാക്കുമോ ബാഡ് റിലേഷൻ അല്ലെങ്കിൽ പൂർ റിലേഷൻഷിപ്പിലോട്ടാക്കുമോ? കാരണം നമ്മുടെ എംപ്ലോയീസ് എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത്രയും സെയിൽസ് വരുത്താൻ പറ്റിയില്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കോസ്റ്റ് കൂടിപ്പോയി, എന്തുകൊണ്ട് ഇപ്പോൾ അത് കുറഞ്ഞു പോയി എന്നതിനെ പറ്റി ഒന്നും ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്നില്ല. അതെന്ന് പറയുമ്പോൾ ശരിക്കും പൂർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ. രണ്ടാമത്തെ പ്രോഫിറ്റ് സ്റ്റൈൽ. പ്രോഫിറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലും ബഡ്ജറ്റും തന്നെ ഇവിടെ നോക്കും, പക്ഷേ അതിൻ്റെ കൂടെ റീസൺസും കൂടെ നോക്കും. ലോങ് ടൈമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിപ്പോൾ ഇച്ചിരി കൂടി എക്സ്ട്രാ കോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മളവിടെ റീസൺസും കൂടെ നോക്കുകയാണെങ്കിൽ അതിനെ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈൽ എന്ന് പറയും. അത് നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ സ്റ്റൈലിനേക്കാളും ഇത്തിരി കൂടി ബെറ്റർ ആണ്. എംപ്ലോയീസിൻ്റെ ഒരു റീസൺസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് തേർഡ് വൺ ആണ് നോൺ അക്കൗണ്ടിങ് സ്റ്റൈൽ. അതെന്ന് പറയുമ്പോൾ എന്താ, അതിനകത്താണെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് അക്കൗണ്ട്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നോൺ അക്കൗണ്ടിങ് ആയിട്ടുള്ള റീസൺസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, കൺസിഡർ ആക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും നോൺ അക്കൗണ്ടിങ് നമ്മുടെ ഫിനാൻഷ്യൽസിലെ കാര്യങ്ങൾ മാത്രമല്ല മറ്റെന്തെങ്കിലും റീസൺസ് കാരണം കസ്റ്റമേഴ്സിൻ്റെ വേറെ എന്തെങ്കിലും റീസൺസ് കാരണം ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ആക്കി അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്റ്റൈലാണ് നോൺ അക്കൗണ്ടിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇച്ചിരി കൂടി ബെറ്റർ ആക്കും. ബഡ്ജറ്റ് കൺസ്ട്രെയിനേക്കാളും പ്രോഫിറ്റ് കൺസ്ട്രെയിനേക്കാളും ഇത്തിരി കൂടി ബെറ്റർ ആക്കുന്നതാണ് നോൺ അക്കൗണ്ടിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് 3 സ്റ്റൈൽസ് എന്നുള്ളത്. ഇതാണ് ഹോപ്പ് ഫുഡ്സിൻ്റെ 3 സ്റ്റൈൽസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് നിങ്ങളപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട, ഇത്രയും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഞാനിപ്പം പറഞ്ഞത് എന്താ അത്രയും മാത്രം നോക്കിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് ടൈപ്പാണ് എങ്ങനെയാണെന്ന് അത്രയൊന്നും ഐഡിയ നമുക്കിപ്പോൾ F2 ലെവലിന് ആവശ്യമില്ല. നമ്മുടെ ഹോപ്പ് ഫുഡ് സ്റ്റൈൽ എന്താണ്, 3 സ്റ്റൈൽസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ബഡ്ജറ്റ് കൺസിഡർ ഗുഡ് റിലേഷൻഷിപ്പാണോ പൂർ റിലേഷൻഷിപ്പാണോ ക്രിയേറ്റ് ആക്കുക? പൂർ ആയിരിക്കും അല്ലേ. പിന്നെ നോൺ അക്കൗണ്ടിങ് സ്റ്റൈലാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റിനകത്ത് നോൺ അക്കൗണ്ടിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഗുഡ് റിലേഷൻഷിപ്പാണോ പൂർ റിലേഷൻഷിപ്പാണോ? ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പം അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റിന്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9th ക്വസ്റ്റിനകത്ത് എന്തോ പറയുന്നത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, നമ്മുടെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. Probability that observation for the normally distributed variable will be greater than standard deviation, greater than 1.24 standard deviation above the mean. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഒരു മീൻ എന്ന് പറയുന്നതുണ്ട്. ഇതാണ് മീൻ വാല്യൂ വരുന്നത്. ഇവിടെ 0.5 ആണെന്നും ഇവിടെയും 0.5 ആണെന്നുള്ള കാര്യം അറിയാം അല്ലേ. നമ്മളോട് ചോദിച്ചേക്കുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 1.24 എന്നുള്ളത്. നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഈ 1.24-നേക്കാളും ഗ്രേറ്റർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എന്തോ ചെയ്യേണ്ടത്, ആദ്യമേ ഗ്രേറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 0.5 മൈനസ് ഈ 1.24 നമ്മുടെ സ്റ്റാൻഡേർഡ് ടേബിൾ നോക്കണില്ലേ, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കിയിട്ട് 1.24-ൻ്റെ വാല്യൂ എത്ര നോക്കണം. അപ്പോൾ ടേബിൾ നോക്കിയിട്ട് ആ വാല്യൂ എത്ര നോക്കിക്കേ. ടേബിൾ ഒന്ന് നോക്കട്ടെ. 1.24 എന്ന് പറയുമ്പോൾ 0.3925. അപ്പോൾ 0.5 മൈനസ് 0.3925 ആൻസർ എന്തോ വരുന്നത് 0.5 മൈനസ് 0.3925 എന്ന് പറയുമ്പോൾ 0.1075 എന്ന് വരും. 1075. നമുക്ക് വേണ്ടത് 2 ഡെസിമൽ പ്ലേസിലോട്ട് 2 ഡെസിമൽ പ്ലേസിലോട്ട് മാറ്റണം. നമുക്കിപ്പോൾ 0.10 ആയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തിൽ മാറ്റുമ്പോൾ എത്ര വരുന്നത് 0.11 വരും. ആ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 3. ആൻസർ കിട്ടിയോ? ഈസി അല്ലയോ? ഗ്രേറ്റർ ദാൻ ചോദിച്ചുകൊണ്ടാണ് 0.5 മൈനസ് ഇങ്ങനെ ചെയ്തേ. ലെസ് ദാൻ ആയിരുന്നെങ്കിൽ 0.5 പ്ലസ് ചെയ്തേനെ. അടുത്തത്
ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിൾ 10 ഒന്ന് നോക്കിക്കേ. 10-നകത്ത് എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ മുമ്പ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസേഴ്സ് നോട്ട് ചെയ്യുക, അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കാവേ. ആൻസർ എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തന്നെയാണോ അല്ലയോ എന്ന്. ഫസ്റ്റ് നോക്കിക്കേ. പി കമ്പനി സെൽസ് പാക്കേജിങ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് പെർ വീക്ക് കേട്ടോ. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ചോദിച്ചിരുന്നു. നോക്കണം, വെറും പ്രോഫിറ്റ് ആണോ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആണോ എല്ലാം ശ്രദ്ധിക്കണേ. രണ്ടും ഡിഫറെൻ്റ് ആണെന്നറിയാമല്ലോ, പ്രോബബിലിറ്റി ഒക്കെ വെച്ച്. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഒക്കെ വരുന്നത്, എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് വരുന്നത്. നോക്കിയേ. പി കമ്പനി സെൽസ് പാക്കേജ് ഹോളിഡേ ഫോർ ഹോളിഡേ മേക്കേഴ്സ്. ഇറ്റ് ബുക്സ് ആൻഡ് പേ ഫോർ 50 സീറ്റ്സ് ഓൺ എയർലൈൻ ഈച്ച് വീക്ക് അറ്റ് കോസ്റ്റ് ഓഫ് $120 പെർ സീറ്റ്. അപ്പോൾ ഇവിടെ കോസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് 50 സീറ്റ് എന്ന്. 50 സീറ്റ് അതിന് $120 ആണ്. ഇപ്പോൾ $120 ആണ്. അപ്പോൾ അത് കോസ്റ്റ് എത്ര ആയിരിക്കും? 120 × 50 എന്ന് പറയുന്നത് 6000 ആണ് കോസ്റ്റ് വരുന്നത്. നമുക്ക് കിട്ടുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈച്ച് സീറ്റ് സോൾഡ് ജനറേറ്റ്സ് എ കോൺട്രിബ്യൂഷൻ. ഓക്കെ, കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ എത്ര നോക്കാം നമുക്ക്. കോൺട്രിബ്യൂഷൻ എത്ര പറയുന്നത്? കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ബിഫോർ ഡിഡക്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കോൺട്രിബ്യൂഷനാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കോസ്റ്റും കൂടെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പ്രോഫിറ്റിലോട്ട് എത്തത്തുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കോൺട്രിബ്യൂഷനാണ് കിട്ടിയേക്കുന്നത്. ഇനി ഈ കോസ്റ്റ് ആയിട്ടുള്ള 6000 നമ്മളിവിടെ കുറച്ചിട്ടുമില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര? $300 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ $300 ആണ് കോൺട്രിബ്യൂഷൻ. ഈച്ച് സീറ്റിന് സോൾഡ് ചെയ്ത $3, ഓരോ സീറ്റിന് നമുക്ക് $300 വെച്ച് കിട്ടുന്നുണ്ട്. ദ ഫോർകാസ്റ്റ് വീക്ക്ലി ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എത്ര ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന ഡിമാൻഡാണ്. 20 ഡിമാൻഡ് വരാനുള്ള ചാൻസ് 10%, 30 വരാനുള്ളത് 25%, 40 വരാനുള്ളത് 30%, 50 വരാനുള്ളത് 35%. അപ്പോൾ ഡിമാൻഡും കിട്ടി. പക്ഷെ നമുക്കിതിൽ ഏത് വരും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി വെച്ച് അനലൈസ് ചെയ്യും. അതെങ്ങനെ മക്കളെ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് കിട്ടി എന്തുവാ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 300 ഇൻറ്റു എത്ര ആണോ ഡിമാൻഡ് എത്ര ആണെന്നുള്ളത് നോക്കണം. അതിനകത്തുനിന്ന് മൈനസ് എൻ്റെ കോസ്റ്റ് ആയിട്ടുള്ള 50 × 120 ചെയ്യണം. അത് 6000 എന്ന് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ 6000 എഴുതിയാൽ പോരെ? 6000 എന്ന് എഴുതി. അപ്പോൾ എനിക്കിവിടെ ഇത് കിട്ടുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇനി ഈ ഡിമാൻഡ് എത്രയാണെന്ന് എനിക്കറിയേണ്ടത്. ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? 20 കിട്ടാനുള്ള ചാൻസ് 10%. അപ്പോൾ 20 × 10% പ്ലസ് 30 × 25% പ്ലസ് 40 × 30% പ്ലസ് 50 × 35%. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിക്കേ. 30 × 25% എന്ന് പറയുമ്പോൾ 7.5, 40 × 30% എന്ന് പറയുന്നത് 12 പ്ലസ് 50 × 35% എന്ന് പറയുമ്പോൾ 17.5. ടോട്ടൽ എത്ര വരും? 39 എന്ന് വരും. അപ്പോൾ 39 × 300 11,700 മൈനസ് 6,000 എത്ര വരുന്നത്? 5,700. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? ഓപ്ഷൻ എ അല്ലേ? ആൻസർ സോൾവ് ചെയ്ത് കിട്ടിയോ? നോക്കിയിട്ട് പറഞ്ഞേ, ക്ലിയർ ആണോ അല്ലയോ എന്നൊക്കെ. ഓക്കെ അല്ലേ? നമുക്ക് മുമ്പോട്ട് പോവാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11, എക്സാമ്പിൾ 11 എന്ന് നോക്കിയേ. വിച്ച് 2 of the following are the examples of inventory holding cost? ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റിനെ പറ്റിയാണ് ചോദിച്ചത്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സ്റ്റോറേജ് കോസ്റ്റ് വരും, ഇൻഷുറൻസ് കോസ്റ്റ് വരും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരും അല്ലേ? ഇത് മൂന്നുമാണ് ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അല്ലേ? EOQ-നകത്ത് ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ട്, ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ട്. ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും?
ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റോറേജ്, ഇൻഷുറൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി ഒന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Which two of the following are the examples of inventory holding cost? Interest on capital, losses on from obsolescence, carriage inwards, cost of telephone calls to please order. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഹോൾഡിംഗ് കോസ്റ്റ്? അതാണ് നമുക്കറിയേണ്ടത്. ഹോൾഡിംഗ് കോസ്റ്റ് ഓപ്ഷൻ 1, 2, 3, 4 ഇതിൽ ഏതാണ്? 1, 2 ആണോ, 3, 4 ആണോ, 1, 4 ആണോ? അതാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ആൻസർ ഒന്നും മൈൻഡിൽ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇത് കേൾക്കാവേ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞായിരുന്നു. സ്റ്റോറേജ്, ഇൻഷുറൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നത് എന്തോ അത് സംഭവം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ ഇപ്പം ഞാൻ എൻ്റെ ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചു, ഫാക്ടറിയിൽ സ്റ്റോർ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചു. ഇതിന് പകരം ഈ ഇൻവെൻറ്ററി മേടിക്കുന്നുണ്ട് വേറെ ഈ എൻ്റെ ക്യാഷ് വേറെ എന്തിനു വേണ്ടി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അവിടെ പോകുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇത്രയും നാൾ ഞാൻ ഇവിടെ വെക്കുമ്പോൾ എനിക്കൊരു റിസ്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആ ഒരു റിസ്ക് ഉണ്ട് എന്ന് വെച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷും കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മളെ ലോണേഴ്സിൻ്റെ ക്യാഷ് കൊണ്ടില്ലേ? അപ്പോൾ അതിനകത്ത് വരുന്ന ഇത്രയും നാൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിലും ആ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നത്. ഇത്രയും നാൾ ആ ഇൻവെൻറ്ററീസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു കോസ്റ്റാണ്. ഓർഡറിംഗ് കോസ്റ്റിനകത്ത് അതിനെ നമുക്ക് എടുക്കാനൊക്കത്തില്ല. പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും നാൾ അത് ഇൻവെൻറ്ററി ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് വരുന്ന കോസ്റ്റാണ്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് ലോസസ് ഫ്രം ഒബ്സലൻസ് ഡാമേജ് കാരണം ലോസസ് ആവുന്നത്. അതും ഹോൾഡ് ചെയ്ത് അത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ അതും ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരും. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരും. ഹോൾഡ് ചെയ്യുന്നതാണോ? സാധനം എത്തിയിട്ടില്ലേ, ഹോൾഡ് ഇൻവേർഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ അത് ഓർഡറിംഗ് കോസ്റ്റിനകത്ത് വരുന്ന കാര്യം. ഇതപ്പോൾ എവിടെ? ഓർഡറിംഗ് കോസ്റ്റ്. അടുത്തതോ കോസ്റ്റ് ഓഫ് ടെലിഫോൺ കോൾസ് എന്ന് പറയുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റാണ് വരുന്നത് അല്ലേ? അതും ഓർഡറിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ലോസസ് ഫ്രം ഒബ്സലൻസും ആണ് ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ ആണേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 12 പറയുന്നത് വാട്ട് വാസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് ഓവർഹെഡ്. നമുക്ക് ആക്ച്വൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ നോക്കുക. ആക്ച്വലാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷന് ഫിക്സഡ് ഓവർഹെഡ് വെയർ അബ്സോർബ്ഡ് ലാസ്റ്റ് മന്ത് യൂസിങ് റേറ്റ് ഓഫ് 5. അപ്പോൾ ഇതെന്തോ തന്നേക്കുന്നത്? FOAR ഇല്ലേ? FOAR എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. $5 പെർ ലേബർ അവറിനാണല്ലോ $5 വെച്ച് കൊടുത്തേക്കുന്നത്. എ ബഡ്ജറ്റ് ലേബർ അവേഴ്സ് വെയർ 22,000 ആണ് ബഡ്ജറ്റ് ചെയ്തേക്കുന്ന അവേഴ്സ്. ആക്ച്വൽ ലേബർ അവേഴ്സ് 24,000 ആണ്. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് 6,000 ആണ്. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഓവർഹെഡിൻ്റെ ബഡ്ജറ്റും ആക്ച്വലും തമ്മിലുള്ള വേരിയൻസും തന്നിട്ടുണ്ട്. 6,000 അഡ്വേഴ്സ് ആണ്. അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇല്ലേ? അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വലിനേക്കാളും കൂടിപ്പോയിട്ടുണ്ടോ കുറഞ്ഞു പോയിട്ടോ എന്ന് വെച്ചാൽ ബഡ്ജറ്റിനേക്കാളും കൂടിപ്പോയിട്ടുണ്ടോ കുറഞ്ഞു പോയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും? അഡ്വേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വല് ബഡ്ജറ്റിനേക്കാളും കൂടിയോ കുറഞ്ഞോ? ആക്ച്വലി കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. എത്രയാണോ ബഡ്ജറ്റഡ് എത്രയാണോ കിട്ടുന്നത് ബഡ്ജറ്റിനേക്കാളും പ്ലസ് ഈ 6,000 ആഡാണ് ചെയ്യേണ്ടത്. അപ്പോഴേ നമ്മൾ ആക്ച്വലി വരത്തുള്ളൂ. കാരണം അഡ്വേഴ്സ് ആണ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 6,000 ആഡ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ ആണേ? ഇനി ബഡ്ജറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ബഡ്ജറ്റ് എത്ര ആയിരിക്കും അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് FOR 5 എന്ന് കിട്ടിയിട്ടുണ്ട്. FOR കിട്ടുന്നത് എങ്ങനെയാ? OR കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാ? ബഡ്ജറ്റഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവൽ ഇല്ലേ? ഇവിടെ ആക്ടിവിറ്റി ലെവൽ എന്ന് പറഞ്ഞെടുക്കുന്നത് നമ്മൾ ലേബർ അവേഴ്സാണ്. ലേബർ അവേഴ്സ് എത്ര തന്നേക്കുന്നത്? 22,000 ആണ്. ബഡ്ജറ്റഡ് കോസ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് 5 ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനകത്തുനിന്ന് ബഡ്ജറ്റഡ് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും?
ബഡ്ജറ്റഡ് കോസ്റ്റ് ഈക്വൽ 22,000 ഇൻറ്റു 5. അതെത്ര വരുന്നത്? 110,000 അല്ലേ? അപ്പോൾ ബഡ്ജറ്റഡ് കോസ്റ്റ് കിട്ടി. ഇനിയും ബഡ്ജറ്റ് കോസ്റ്റ് പ്ലസ് 6,000 കൂടെ ചെയ്താൽ ആക്ച്വലി കിട്ടും. 110,000 പ്ലസ് 6,000 എന്ന് പറയുമ്പോൾ 16,000 വരും. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ 1. ആൻസർ കിട്ടിയോ? ആക്ച്വൽ കോസ്റ്റ് കിട്ടിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എക്സാമ്പിൾ 13 ഒന്ന് നോക്കിക്കേ. എക്സാമ്പിൾ 13 എന്തൊക്കെയാണ് പറയുന്നത്? വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അപ്പം ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? 2 എണ്ണം ഉണ്ട് കറക്റ്റ്. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെയായിരിക്കും കറക്റ്റ് എന്ന് പറയാം. ഒന്ന് നോക്കിക്കേ എന്തൊക്കെയാണ് തന്നേക്കുന്നത്. ഇൻഫോർമേഷൻ സിനാരിയോ നോക്കിക്കേ. കോസ്റ്റ് തന്നിട്ടുണ്ട് 11.5 മില്യൺ ആണ് കോസ്റ്റ്. ഫോർകാസ്റ്റ് ചെയ്ത റവന്യൂ തന്നിട്ടുണ്ട്. ഇപ്പം എക്കണോമിക് കണ്ടീഷൻസ് 2 എണ്ണം ഉണ്ട്. ഈ അഡ്വേഴ്സ് ആവാനുള്ള ചാൻസ് 30%, ഫേവറബിൾ ആവാനുള്ള ചാൻസ് 70%. അഡ്വേഴ്സ് ആവുകയാണെങ്കിൽ 30% ചാൻസ് അഡ്വേഴ്സ് ആവുന്നതിൻ്റെ കേസും ഫേവറബിൾ ആകുമ്പോൾ ഇപ്പോൾ റവന്യൂ നമുക്ക് 8 മില്യൺ എന്ന് തന്നിട്ടുണ്ട്. അഡ്വേഴ്സ് ആകുമ്പോൾ 8 മില്യൺ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഇൻറ്റു റവന്യൂ നമുക്ക് ചെയ്തപ്പോൾ 2.4 ആണ് നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. എക്സ്പെക്റ്റഡ് റവന്യൂ 2.4. അത് കഴിഞ്ഞിട്ട് ഫേവറബിൾ ആകുമ്പോൾ 70%, റവന്യൂ 15 മില്യൺ ആവാൻ. അപ്പോഴും എക്സ്പെക്റ്റഡ് നമുക്ക് റവന്യൂ തന്നിട്ടുണ്ട് 10.5 എന്ന്. അങ്ങനെ നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ ടോട്ടൽ വാല്യൂ 12.9 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക. ഫോർകാസ്റ്റ് സജസ്റ്റ് ദാറ്റ് പ്രോജക്റ്റ് വിൽ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 1.4 മില്യൺ. 1.4 മില്യൻ്റെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുമെന്ന് ഇവർ പറയുന്നു. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ മക്കളെ? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് എൻ്റെ പ്രോഫിറ്റ് അല്ലേ? റവന്യൂ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? റവന്യൂ ആണ് ഇവിടെ നമുക്ക്. കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 11.5. അതിന് അവർക്ക് ഡൗട്ടില്ല അല്ലേ? റവന്യൂവിന് കൺഫ്യൂഷൻ. റവന്യൂ ഒന്നേ നമുക്ക് 8 എടുക്കാം അല്ലെങ്കിൽ 15 എടുക്കാം. 8 എടുക്കുവാണെങ്കിൽ എൻ്റെ ലോസാണ് വരുന്നത്. എനിക്ക് എത്ര? 11-8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3.5 ലോസ് വരും. അതല്ലെങ്കിൽ റവന്യൂ എൻ്റെ 15 എടുക്കുവാണെങ്കിലോ 15 മൈനസ് 11.5 എന്ന് പറയുമ്പോൾ എനിക്ക് 3.5 പ്രോഫിറ്റ് വരും. ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഫോർകാസ്റ്റ് സജസ്റ്റ് ദാറ്റ് പ്രോജക്റ്റ് വിൽ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 1.4. 1.4ൻ്റെ പ്രോഫിറ്റ് നമുക്കതല്ല. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 3.5 അല്ലെങ്കിൽ ലോസ് 3.5. ഇതിലേതിലും ഒന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് നോക്കേണ്ടത്? ഇവർ പറഞ്ഞ് ഈ 1.4 എങ്ങനെ ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചത്? എക്സ്പെക്റ്റഡ് വാല്യൂ കോസ്റ്റ് നമുക്ക് 11.5 ആണ്. എക്സ്പെക്റ്റഡ് വാല്യൂ റവന്യൂ 12.9 കിട്ടുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ 1.4 മില്യണ് പ്രോഫിറ്റ് വരും. പക്ഷേ ഇത് എന്ത് പ്രോഫിറ്റാ? എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എത്ര വരും? 1.4 മില്യൺ. ഇവർ പറഞ്ഞ പ്രോഫിറ്റ് എങ്ങനെയാ? വെറും പ്രോഫിറ്റ് ആണ്. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞായിരുന്നു നമുക്കിത് കറക്റ്റ് എന്ന് പറയായിരുന്നു. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിപ്പോയി. കാരണം ഇവർ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആ സംഭവം സംഭവിക്കത്തില്ല. ഒരു എക്സ്പെക്റ്റേഷനാണ് ഇങ്ങനെ വരുമെന്നുള്ളത് അല്ലേ? ഇത്ര തന്നെ ഡിമാൻഡ്, ഇത്ര തന്നെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ഇത്രയും കിട്ടുമായിരിക്കും, പക്ഷെ കറക്റ്റ് പ്രോഫിറ്റ് ഇത്രയും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്നേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഓപ്ഷൻ റോങ് ആയി. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. അടുത്ത ഓപ്ഷനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ട് റോങ് ആയി എന്നുള്ളത് മനസ്സിലായല്ലോ. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ കറക്റ്റായി പോയതിനെ. ഇത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അല്ല, വെറും പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. ആ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്തത് പറയുന്നു ദ ഫോർകാസ്റ്റ് സജസ്റ്റ് ദാറ്റ് ദ പ്രൊജക്റ്റ് വുഡ് മേക്ക് എ ലോസ് ഓഫ് 9.1. 9.1ൻ്റെ ലോസ് മേക്ക് ചെയ്യുമെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും 3.5 വരത്തുള്ളൂ അല്ലേ? ഒന്നേ റവന്യൂ 8 കിട്ടും, അതല്ലെങ്കിൽ 15 കിട്ടും. അതല്ലാതെ നമുക്ക് ഇതിന് രണ്ടിനെയും പ്രോഫിറ്റ് ആയിട്ടോ ലോസ് ആയിട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഒന്നേ 8 കിട്ടും അല്ലെങ്കിൽ 15 കിട്ടും, അതേ ഉള്ളൂ. അപ്പോൾ ഇവർ വെറും ലോസാണ് പറഞ്ഞത്. എക്സ്പെക്റ്റഡ് ലോസ് എന്ന് അങ്ങനൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. വെറും ലോസ് ഇവിടെ ഇത്രയും കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് അതിനെയും കൺസിഡർ ആക്കാനൊക്കത്തില്ല. ഇവർ എങ്ങനെ ഈ കാൽക്കുലേഷൻ ചെയ്തത്? എങ്ങനെ ആയിരിക്കും? 9.1 കിട്ടണമെങ്കിൽ 2.4 റവന്യൂ ആയിട്ട് എടുത്തോ. 2.4 റവന്യൂ ആയിട്ട് എടുത്തോണ്ടോ. ഇപ്പം കോസ്റ്റ് നമുക്ക് 11.5 ആണ്. കോസ്റ്റ് നമുക്ക് 11.5 എന്നും റവന്യൂ ആയിട്ട് നമ്മൾ 2.4 എന്നും എടുത്താൽ നമുക്ക് 9.1 കിട്ടും. എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറഞ്ഞ്. എക്സ്പെക്റ്റഡ് ലോസ് എന്നൊക്കെ, പക്ഷേ ഇതും എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയത്തില്ല. ഇതിനെ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതും അവർക്ക് ചെയ്ത കാൽക്കുലേഷനേ മിസ്റ്റേക്കാണ്. നമുക്കതും റോങ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷന് റോങ് ആണ്. നോക്കിക്കുക മക്കളെ, എക്സ്പെക്റ്റഡ് വാല്യൂ ഇവിടുത്തെ എക്സ്പെക്റ്റഡ് റവന്യൂ 12.9 ആണ്. നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് 11.5 ആണ്. അതേ എടുക്കാനൊക്കത്തുള്ളേ. അതല്ലാതെ വെറും പ്രോഫിറ്റ് ചോദിച്ചേക്കുവാണെങ്കിൽ നമുക്ക് 11.5 നിന്ന് റവന്യൂ 8 ആക്കി എടുക്കാം. 8 മൈനസ് 11.5 അങ്ങനെയാണെങ്കിൽ 3.5 ലോസ്, അല്ലെങ്കിൽ 15 മൈനസ് 11.5 അങ്ങനെയാണെങ്കിൽ 3.5 പ്രോഫിറ്റ്. ഇത്രയും നമുക്ക് ഇതിനകത്തുനിന്ന് ആൻസേഴ്സ് കിട്ടാനുള്ളൂ. അടുത്ത ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ഇനി നോക്കിക്കേ. ദ ഫോർകാസ്റ്റ് സജസ്റ്റ് ദാറ്റ് പ്രോഫിറ്റ് could make a loss of, the project could make a loss of 3.5 million. ശരിയല്ലേ? നമ്മൾ ഇത് ഇവിടെ കണ്ടായിരുന്നു അല്ലേ? പ്രോഫിറ്റ് ഇവിടെ, ലോസ് ഇവിടെ 3.5 മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഡ്വേഴ്സ് സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ നമുക്ക് റവന്യൂ, ഒറിജിനൽ റവന്യൂ 8 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോസ് 3.5. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ലോസ് 3.5 എന്ന് കിട്ടുമെന്നുള്ളത്. ഇവരിവിടെ ലോസിന് വരെ പ്രോഫിറ്റ് 3.5 കിട്ടുമെന്ന് പറഞ്ഞാലും കറക്റ്റ് ആവും. കാരണം പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ 15 11.5 ഫേവറബിൾ ആവുന്ന സിറ്റുവേഷനിൽ 15 മൈനസ് 11.5 ചെയ്താലും നമുക്ക് 3.5 തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്നോ ലോസ് എന്നോ പറഞ്ഞാലും നമുക്ക് 3.5 ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇഫ് ദ ടു എക്കണോമിക് ഔട്ട്കംസ് വെയർ ഫോർകാസ്റ്റ് ആസ് ബീങ് ഈക്വലി ലൈക്ലി എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? നമുക്കിവിടെ പ്രോബിലിറ്റി 30% 70%. ഈക്വലി ലൈക്ലി ആകുമ്പോൾ രണ്ടും വരാനുള്ള ചാൻസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം 50% വെച്ച് വേണം രണ്ടും എടുക്കാൻ. 8 വരാനുള്ള ചാൻസ് 50%, 15 വരാനുള്ള ചാൻസ് 50%. ഇപ്പോൾ 8ൻ്റെ 15%, 15ൻ്റെ 50% എന്ന് പറയുമ്പോൾ 4, 15ൻ്റെ 50% എത്ര? 7.5. അപ്പോൾ ആൻസർ 11.5 കിട്ടും അല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് if the two economic outcomes were forecast as being equally likely, the expected revenue would match the cost. Revenue cost equal ആവുന്നു. expected നോട്ട് ചെയ്തേ. ഇവർ പറഞ്ഞത് expected revenue would match the cost. കോസ്റ്റ് നമുക്കറിയാം 11.5 ആണ്. എക്സ്പെക്റ്റഡ് റവന്യൂ ഇപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ കിട്ടി 11.5 തന്നെ. ഇവിടുത്തെ എക്സ്പെക്റ്റഡ് റവന്യൂ 11.5. അപ്പോൾ മാച്ച് ആയല്ലോ. അപ്പോൾ ഈ ഓപ്ഷനും കറക്റ്റാണ്. ക്ലിയർ ആണോ പറയുന്നതൊക്കെ? അല്ലെങ്കിൽ ഇതൊന്നുകൂടെ കേട്ട് നോക്കണേ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ്, പ്രോഫിറ്റ്, വെറും പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴും എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴും ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്ന് നോക്കിക്കേ. എന്താ ഈ പറയുന്നത്? ദ ടോട്ടൽ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഈസ് 1. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നു ഇൻ എനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ ആൻഡ് മീഡിയം ആർ സെയിം. മീനും മീഡിയനും സെയിം ആണെന്നാണ് പറയുന്നത്. മീനും മീഡിയനും സെയിം ആണോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണ് മീനും മീഡിയം സെയിം ആണോ? അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നോട്ട് ചെയ്തേ. മീനും മീഡിയം സെയിം ആയിരിക്കുമോ? മീനോ മീഡിയനോ അല്ലെങ്കിൽ മോഡെന്ന് കൊടുത്താൽ പോലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ അതെല്ലാം സെയിം ആണ്. അപ്പോൾ ആൻസർ ട്രൂ ആണ്. അടുത്ത ഇൻ ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ടോട്ടൽ ഏരിയ 1 ആയിരിക്കും ഇല്ലയോ? ഇവിടെ ഒരു 50% ഉണ്ട്, ഇവിടെ ഒരു 50%. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അതും ട്രൂ. ഓക്കെ അല്ലേ? അടുത്തത് എക്സാമ്പിൾ 15 എന്തോ
അപ്പോൾ സ്റ്റാൻഡേർഡ് ടോട്ടൽ അബ്സോർപ്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് പെർ യൂണിറ്റിൻ്റെ വെച്ച് കാണണം. നോക്കിക്കേ, 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് റിക്വയർസ് 3 kg ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഒരു യൂണിറ്റിന് എനിക്ക് 3 kg ഓഫ് മെറ്റീരിയൽസ് വേണം. ശരി, അതിന് എത്രയും കോസ്റ്റ് എന്തുവാ? ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് $4. ശരി, അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര വന്നു? $12 വന്നു ഒരു യൂണിറ്റിനാണേ. നമുക്ക് പെർ യൂണിറ്റിൻ്റെ കേസ് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം കിട്ടിയത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അടുത്തത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ലേബർ വിൽ ബി പെയ്ഡ് $12. ഓക്കെ, $12 ആണ് ലേബർ ചാർജ്. ആൻഡ് ഈച്ച് എംപ്ലോയി വിൽ മേക്ക് 4 യൂണിറ്റ്സ് പെർ അവർ. അപ്പോൾ ഒരു അവറിൽ 4 യൂണിറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര അവേഴ്സ് വേണ്ടി വരും? 1/4 എന്ന് പറയുമ്പോൾ 0.25 അല്ലേ? 0.25 ആണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ട അവേഴ്സ്. അപ്പോൾ 0.25 × 12 എന്ന് പറയുമ്പോൾ എത്ര? $3 കൊടുത്തു. അതുമായി അപ്പോൾ കോസ്റ്റ് ഓഫ് ലേബറും കഴിഞ്ഞു. ഇനി എന്താ? ബഡ്ജറ്റ് ഫിക്സഡ് ഓവർഹെഡ് 800,000 ആണ്. ആൻഡ് ആർ ടു ബി അബ്സോർബ്ഡ് യൂസിങ് ബഡ്ജറ്റ് ലേബർ അവേഴ്സ് വിച്ച് ആർ 40,000. അപ്പോൾ നമ്മുടെ 800,000 ഡിവൈഡ് ബൈ 40,000 നമുക്ക് പെർ യൂണിറ്റിൻ്റെ കാര്യമാണ് അറിയേണ്ടത്. ഇത് അബ്സോർപ്ഷൻ കോസ്റ്റ് ആണ് പെർ യൂണിറ്റിൻ്റെ. ഇപ്പോൾ 800,000 ഡിവൈഡ് ബൈ 40,000 ചെയ്ത് പിന്നെന്തോ പെർ യൂണിറ്റിന് ശരിക്കും എത്ര അവേഴ്സ് എടുക്കുന്നുള്ളൂ. ഇതാകുമ്പോൾ OR ഇത്രയാണ് കിട്ടുന്നത്, പക്ഷെ പെർ യൂണിറ്റിൻ്റെ നമുക്ക് അറിയേണ്ടത്. OR എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞേ? 800,000 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും അല്ലേ? OR ഇപ്പോൾ നമുക്ക് ഇവിടെ 20 ആണ് OR വരുന്നത്. ഒരു യൂണിറ്റിന് അപ്പോൾ എത്ര വരുന്നത് OR? 20 × പെർ യൂണിറ്റിൻ്റെ കാര്യം അറിയണം. പെർ അവറിൻ്റെ ഇപ്പോൾ നമുക്ക് 800,000 ഡിവൈഡ് ബൈ 40,000 വന്നപ്പോൾ OR 20 കിട്ടി. 20 × പെർ യൂണിറ്റിന് എത്ര അവേഴ്സ് വെച്ച് എടുക്കുന്നത്? നമ്മളിപ്പം കണ്ടായിരുന്നു 0.25 എന്ന്. അപ്പോൾ 20 × 0.25 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഫിക്സഡ് ഓവർഹെഡ് ആയിട്ട് എത്ര കൊടുക്കണം? 20 × 0.25 $20 × 0.25 എന്ന് പറയുമ്പോൾ $5. ഇതിൻ്റെ ടോട്ടലാണ് വരുന്നത്. ടോട്ടൽ $20 വരും. ഓക്കെ ആണേ. സ്റ്റാൻഡേർഡ് ടോട്ടൽ അബ്സോർപ്ഷൻ കോസ്റ്റ് വരുന്നത് $20. ആൻസർ കിട്ടുന്നുണ്ടോ? പിക്ചർ ഓവർഹെഡ് കിട്ടിയതും ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 1 യൂണിറ്റിൻ്റെ അടുത്ത് നിങ്ങൾ 4 അവേഴ്സ് എത്ര അവേഴ്സ് എടുത്തെന്നുള്ളത്. ഈ 0.25 കൺവേർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഒരു മണിക്കൂർ 4 യൂണിറ്റ്സ് ഉണ്ടാക്കണം. പക്ഷേ എനിക്കെല്ലാം ഒരു യൂണിറ്റിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. അങ്ങനെ ടോട്ടൽ എൻ്റെ ഒരു യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ടോട്ടൽ അബ്സോർപ്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് $20 എന്ന് കിട്ടും. എക്സാമ്പിൾ 16 നോക്കിക്കേ. എക്സാമ്പിൾ 16 ബഡ്ജറ്റഡ് മെഷീൻ അവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബഡ്ജറ്റഡ് മെഷീൻ അവേഴ്സ്. അപ്പം മെഷീൻ അവേഴ്സ് ബഡ്ജറ്റഡ് മെഷീൻ അവേഴ്സ് കിട്ടണം. കപ്പാസിറ്റി തന്നിട്ടുണ്ട്. കപ്പാസിറ്റി എത്ര? കപ്പാസിറ്റി വേരിയൻസ്, വോളിയം വേരിയൻസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഇൻ എ ഫാക്ടറീസ്. അപ്പോൾ OR ഫിക്സ്ഡ് OR ഇപ്പോൾ OR കിട്ടിയേക്കുന്നത് എത്ര? $20 ആണ്. ഇച്ചിരി കൂടെ നീക്കി എഴുതാം. OR എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് $20. അടുത്തത് പെർ മെഷീൻ അവർ. പിന്നെ 1760 മെഷീൻ അവേഴ്സ് വെയർ വർക്ക്ഡ് ഇൻ എ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് വേരിയൻസ് കപ്പാസിറ്റിയും വോളിയത്തിനെയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ആക്ച്വൽ എത്ര എന്ന് തന്നിട്ടുണ്ട്. ആക്ച്വൽ അവേഴ്സ് എത്ര? 1760 അവേഴ്സ് ആണ് വർക്ക് ചെയ്തത്. നമുക്ക് ബഡ്ജറ്റഡ് അവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റിയും വോളിയത്തിൻ്റെയും തന്നിട്ടുമുണ്ട്. അപ്പോൾ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ, കപ്പാസിറ്റി വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, വോളിയം വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ, അതിലേത് വേണം നമ്മൾ ചെയ്യാൻ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ.
എന്തായിരിക്കും കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഇക്വേഷന്? പറഞ്ഞേട്ടെ. കപ്പാസിറ്റി വേരിയൻസ് ഈക്വൽ ആക്ച്വൽ അവേഴ്സ് മൈനസ് ബഡ്ജറ്റഡ് അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് FOR, ഫിക്സഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റിന് എത്ര വരുന്നത്? ഫിക്സഡ് OR കാര്യം കൂടെ വരുന്നത് പെർ അവേഴ്സിൻ്റെ ബേസിസിൽ. ഫിക്സഡ് OR പെർ അവറിന് നമ്മൾ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ അവേഴ്സ് ഇവിടെ എത്ര? കപ്പാസിറ്റി വേരിയൻസ് എത്ര എന്നാണ് തന്നേക്കുന്നത്? 3600 ഫേവറബിൾ എന്ന്. 3600 ഫേവറബിൾ ആണ് തന്നേക്കുന്നത്. ആക്ച്വൽ അവേഴ്സ് 1760 ആണ്. മൈനസ് ബഡ്ജറ്റഡ് അവേഴ്സ്. സ്റ്റാൻഡേർഡ് FOR എത്ര തന്നേക്കുന്നത്? പെർ അവറിന് 20 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്തേ. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? നമുക്ക് മൈനസ് ബഡ്ജറ്റഡ് ആണ്. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിക്കോണം. 1760 മൈനസ് 3600, 20 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് എത്ര വരുന്നത്? 3600 ഡിവൈഡ് ബൈ 20 180 വരും. 180 മൈനസ് പ്ലസ് 1760 1580 വരും. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ 1550 എന്ന് കിട്ടും. അല്ല, 1580 എന്ന് കിട്ടും. ഓക്കെ ആണേ? ഇവിടെ ആ ഇക്വേഷൻ ഒന്ന് നമ്മൾ യൂസ് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇന്നത്തെ മിസ്സിംഗ് ഫിഗർ ചെയ്താൽ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അത്രയും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കറക്റ്റ് ഈ ഇക്വേഷൻ എന്തുവാന്ന് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പിക്ക് ചെയ്ത് എഴുതുക. അല്ലാതെ ഇവിടെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു, അല്ലയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്തുവാ? ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റ് ടു ദ ഓവർഹെഡ് കോസ്റ്റിംഗ് മെത്തേഡ്സ്. നമുക്ക് ട്രഡീഷൻ അബ്സോർപ്ഷൻ ആണോ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണോ ഇവിടെ എടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പം എന്താ ട്രഡീഷൻ അബ്സോർപ്ഷന് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്? ഇതിലേതാണ് കോംപ്ലിക്കേറ്റഡ്, ഏതാണ്? അതൊക്കെ അതിന് രണ്ടിനെ പറ്റിയുള്ള ഡിഫറൻഷിയേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. എന്നാലേ നമുക്കിത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കാകത്തുള്ളൂ. ഫസ്റ്റ് വൺ, ഓവർഹെഡ്സ് ആർ അലോക്കേറ്റഡ് ടു കോസ്റ്റ് പൂൾ. കോസ്റ്റ് പൂള്, കോസ്റ്റ് ഡ്രൈവർ, ഇതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം ആരെ പറ്റി പറയുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് പൂള്. പിന്നെ ആരാണ് ഈ കോസ്റ്റ് വരുത്തേണ്ടത്? കോസ്റ്റ് ഡ്രൈവേഴ്സ് ആരാണ്? അപ്പോൾ ആർക്കാണ് കറക്റ്റായിട്ട് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് ആക്ടിവിറ്റി ബേസ് ചെയ്ത് നമുക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അടുത്ത്, റെക്കഗ്നൈസ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. എന്താ പറയുന്നത്? റെക്കഗ്നൈസ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓപ്പറേഷൻസ്. ഡൈവേഴ്സിറ്റിയും കോംപ്ലക്സിറ്റിയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഡൈവേഴ്സിറ്റിയും കോംപ്ലക്സിറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞു ട്രഡീഷണേക്കാളും ഇത്തിരി കൂടെ കോംപ്ലക്സ് ആണ്. നമുക്ക് കോസ്റ്റ് ഡ്രൈവേഴ്സിനൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആര് കാരണമാണ് ഈ കോസ്റ്റ് ഉണ്ടായത്? അത് എല്ലാ കേസിലും കോസ്റ്റ് ഡ്രൈവർ ആരാന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ റെക്കഗ്നൈസ് ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഓപ്പറേഷൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, കോംപ്ലക്സ് ആയിട്ടുള്ളത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡിലാണ് വരുന്നത്. അടുത്ത, ടെൻഡ് ടു അപ്പോർഷൻ ടു ഗ്രേറ്റ് ഓഫ് ദ ഷെയർസ് ഓഫ് ഓവർഹെഡ് ടു എ ഹൈ വോളിയം ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിൻ്റെ വോളിയം അനുസരിച്ച് ഓവർഹെഡ്സ് ഗ്രേറ്റ് ഷെയർ ഓഫ് ഓവർഹെഡ്സ് ടു ഹൈ വോളിയം പ്രൊഡക്ട്സ് അതനുസരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാരായിരിക്കും? ട്രഡീഷണൽ അബ്സോർപ്ഷൻ മെത്തേഡിനകത്താണ് വോളിയം അനുസരിച്ചൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? യൂസസ് ബോത്ത് പ്രൊഡക്ഷൻ വോളിയം റിലേറ്റഡ് ആൻഡ് ട്രാൻസാക്ഷൻ ബേസ്ഡ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. വോളിയം റിലേറ്റഡും ട്രാൻസാക്ഷൻ ബേസ്ഡ് കോസ്റ്റ് ഡ്രൈവേഴ്സിനെ നോക്കുന്നത് അതാരായിരിക്കും? ആക്ടിവിറ്റി ബേസ്ഡ്. ഓക്കെ ഇല്ലയോ? അപ്പോൾ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ്? എന്താണ് അബ്സോർപ്ഷൻ ബേസ്ഡ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതൊക്കെ നോക്കിയാൽ ഈ ക്വസ്റ്റിന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. മിസ്റ്റേക്സ് ഒന്നും വരുത്താനുള്ള ഇതില്ല. അടുത്ത്, എക്സാമ്പിൾ 18. നമ്മൾ ടുഡേ 18 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആക്കി നോക്കുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ 18th ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 18th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ കൺട്രോളബിൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്? ROI കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഡിവിഷൻ ഫോർ ദ പീരീഡ്
നമുക്ക് വെറും ROI അല്ല, കൺട്രോളബിൾ ROI. കൺട്രോളബിൾ പറഞ്ഞാൽ എൻ്റെ മാനേജേഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആരാണോ റെസ്പോൺസിബിൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ROI വെച്ച് വേണം കണ്ടുപിടിക്കാൻ. ROIയുടെ ഇക്വേഷൻ എങ്ങനെ? കൺട്രോളബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ PBIT ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ. ഇവിടെ ഇപ്പം നമ്മളുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സെയിൽസ്, ഡയറക്റ്റ് കോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കോൺട്രിബ്യൂഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് അലോക്കേറ്റഡ് കോസ്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഹെഡ് ഓഫീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഡിവിഷണൽ പ്രോഫിറ്റ്. ഇതിൽ ശരിക്കും നിങ്ങൾ ഏതെടുക്കും? നമുക്ക് ഈസി ആയിട്ട് ഡിവിഷണൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 80,000 ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇതെടുത്താൽ പോരെ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഡിവിഷൻ്റെ പ്രോഫിറ്റ് കൺട്രോൾ ആ ഡിവിഷൻ്റെ കാര്യമാണ്. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് വരുത്താനുള്ള കേസ് നമുക്ക് കൺട്രോളബിൾ നമ്മുടെ മാനേജറിൻ്റെ കൺട്രോൾ ഇത് ഹെഡ് ഓഫീസ് കോസ്റ്റ് ആണ്. ഈ ഹെഡ് ഓഫീസ് കോസ്റ്റ് ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ? അത് എൻ്റെ ഹെഡ് ഓഫീസിൽ വന്ന കോസ്റ്റ് ആണ്. അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഞാനാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഹെഡ് ഓഫീസിലെ കോസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ 14,000 നിന്ന് 2,000 അലോക്കേറ്റഡ് കോസ്റ്റ് അതെനിക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഈ 1,000 ഞാൻ ഡിഡക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ 1,000 ഞാൻ 11,000 പ്ലസ് 1,000 എന്ന് പറഞ്ഞാൽ 12,000 എന്ന് എടുക്കുക, അല്ലെങ്കിൽ 14,000 മൈനസ് 2,000 ചെയ്ത് 12,000 എന്നുള്ളത് എടുക്കാം. അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് എൻ്റെ 12,000 ഡിവൈഡ് ബൈ 80,000 ആണ് എൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 12 ഡിവൈഡ് ബൈ 80 വരുമ്പോൾ എത്ര വരുന്നത്? 15% എന്ന് കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ 15% ആണ് എൻ്റെ ROI. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15% ആണ് എൻ്റെ ROI ആയിട്ട് വരുന്നു. ഓക്കെ ആണോ? ആൻസർ ഒക്കെ ക്ലിയർ അല്ലേ? ഇവിടെ കൺട്രോളബിളിൻ്റെ കാര്യം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ 11,000 മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ അറിയായിരിക്കും. പക്ഷേ ഈ 11,000 എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് ഉള്ളൂ. ഈ 11 നിങ്ങൾക്ക് അല്ലാതെ കൺട്രോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലായിരിക്കും കേട്ടോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങനത്തെ റെയറാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രോഫിറ്റിൽ കൺട്രോളബിൾ ഏതൊക്കെയാണ്? ഇതിൽ ഡിവിഷണൽ പ്രോഫിറ്റ് വരുമോ, ഹെഡ് ഓഫീസ് കോസ്റ്റ് ഇൻക്ലൂഡ് ആക്കണോ വേണ്ടേ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ. ഇവിടെ ഡയറക്റ്റായിട്ട് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ 18 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആക്കി. ഇതിൽ 4 അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ആക്കാൻ പറ്റി കാണും. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.